അവരിങ്ങനെ പതുങ്ങി നിൽക്കുന്നുണ്ട്. വല്ലതും കിട്ടിയായിരുന്നോ? അല്ല, നമ്മൾ ഇല്ലത്തെത്തിയിട്ട് നമ്മൾ അങ്ങനെ പറയാൻ പാടില്ലല്ലോ. ഇല്ലത്തെത്തി കഴിഞ്ഞാൽ എന്തായാലും ഭക്ഷണം ഉറപ്പാണ്. അപ്പം പഴയിടത്ത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് പോയിട്ട് ഫുഡ് കിട്ടാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മുടെ പ്രശ്നമാണ്. നമുക്ക് കറക്റ്റ് സമയത്ത് പോകാനുള്ള ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ നമുക്ക് കറക്റ്റ് സമയത്ത് ഫുഡ് എത്തും എന്നുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ അതുകൊണ്ട് ഹാപ്പിയാണ്. ഫുഡ് എന്ന് കേട്ടപ്പോ സൂര്യഗായത്രി ഒന്ന് ആവേശത്തിലായിട്ടുണ്ട്. സൂര്യഗായത്രി, ഇന്നലെ ആദ്യം ഇവിടെ എത്തിയപ്പോഴേ കലവറ എവിടെയാണെന്ന് തന്നെ രാജീവേട്ടനോട് ചോദിച്ചത്, ഞങ്ങളുടെ കൊല്ലം റിപ്പോർട്ടറിനോട്. അപ്പൊ അതൊക്കെ നേരത്തെ അറിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും പഴയിടത്തിന്റെ ആഹാരം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ അതിന്റെ രുചി എന്താണെന്ന് അറിയണം എന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും കലവറയിൽ പോകുന്നതായിരിക്കും. റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടും പോവാം, കഴിക്കാനായിട്ടും പോവാം. ഇടയ്ക്ക് അതെ, ഭക്ഷണത്തിനിടയിൽ ഇടയ്ക്ക് ഒരു റിപ്പോർട്ട് നൽകുന്നത് അതായിരിക്കും എന്നുള്ളതാണ്. ഫിച്ചേട്ടൻ ഏകദേശം ഭക്ഷണത്തിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു വെച്ചിട്ട് വരികയാണെന്ന് തോന്നുന്നു. ഫിച്ചേട്ടൻ പറയായിരുന്നു, നിങ്ങൾ ഏതൊക്കെ 24 വേദികളില്ലേ, 24 വേദികളിൽ എന്തൊക്കെ മത്സരങ്ങളാണ് ഞാൻ ഇന്നലെ പറഞ്ഞു. ഇതെല്ലാം ഒന്ന് പഠിച്ച് റെഡിയാക്കി വെക്കണം. അതിന്റെ ബ്രോഷറൊക്കെ കൊടുത്തു, നോട്ടീസൊക്കെ. എന്നിട്ട് ഈ കലവറയിൽ എന്തൊക്കെയുണ്ട്, എന്തൊക്കെയാണ് മെനു, ഇതൊക്കെയാണ് ഇവർ പഠിച്ചു വെച്ചിരിക്കുന്നത്. എങ്ങനെയായിരിക്കും ഇനി ഇങ്ങനെ പോയ റിപ്പോർട്ടിംഗ് നടക്കുക? നമ്മള് പിന്നെ ഈ കല എന്ന് പറയുന്നതും ഒരു വിഭവം തന്നെയാണല്ലോ, അല്ലേ? അതാണ്, പാചകം ഒരു കലയാണ്. പാചകം ഒരു കലയാണ്, ഭക്ഷണം കഴിക്കുന്ന ഒരു കലയാണ്. പിന്നെ ഈ കലാപരിപാടികളും ഒരു വിഭവമാണ്. നമുക്ക് എങ്ങനെയാണ് ഒരു വിഭവ സമൃദ്ധമായ ഒരു സദ്യ ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ ദൈവമേ, മോണാക്ട് അങ്ങനെ കാണിക്കണമെങ്കിൽ ഭയങ്കര ട്രെയിനിങ്ങിന്റെ ആവശ്യമുണ്ട്. റിയാസ്, നിങ്ങളുടെ മനസ്സും വയറും മാത്രം നിറഞ്ഞാൽ പോരാ, പ്രേക്ഷകരുടെ മനസ്സും നിറയ്ക്കുന്ന വിഭവങ്ങൾ കൂടി അവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മളത് പൊളിച്ചിരിക്കില്ലേ, വിഷയം ഗംഭീരാക്കിയിരിക്കും. പ്രേക്ഷകരുടെ മനസ്സ് നിറയ്ക്കുന്ന വിഭവങ്ങളുമായിട്ട് നമ്മൾ പഴയിടമായി തന്നെ മാറും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നമ്മൾ എബി പഴയിടം, ജി പഴയിടം, ഭദ്ര പഴയിടം, സൂര്യഗായത്രി പഴയം, പിന്നെയും പഴയിടന്മാര് കുറെ ഉണ്ട് എന്നുള്ളതാണ്. രാജീവ് പഴയിടമൊക്കെ വരാനുണ്ട്. അങ്ങനെ കുറെ നമ്മുടെ അശ്വതി വരാനുണ്ട്. അശ്വതി പഴയിടം, അശ്വതി പഴയിടം എത്തും. അങ്ങനെ കുറെ പഴയിടന്മാര് കലയുടെ വിഭവങ്ങളുമായിട്ട് പ്രേക്ഷകർക്ക് മുന്നിൽ പ്രേക്ഷകരുടെ മനസ്സും ഒക്കെ എന്താ പറയുക നിറയ്ക്കാൻ വേണ്ടി നമ്മൾ വയറും നിറയ്ക്കും, അവർ പ്രേക്ഷകരുടെ മനസ്സും നിറയ്ക്കും എന്നുള്ളതാണ്. അങ്ങനെ അതിഗംഭീരമായിട്ട് ഇവിടെ ഞങ്ങൾ ഉണ്ടാകുമെന്നൊരു ഉറപ്പ് ഞങ്ങൾ ഈ ഘട്ടത്തിൽ നല്ല കുറച്ച് സീരിയസ് ആയി പോയി എന്നൊരു സംശയമുണ്ട്. എബി, നമുക്ക് മത്സരങ്ങളുടെ വിവരങ്ങൾ ജിജി പറഞ്ഞ പോലെ അതുകൂടെ ഒന്ന് വേണ്ടതാണ്. ആദ്യം ഈ ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം ഉദ്ഘാടന വേദിയിൽ ഏത് മത്സരമാണ് അരങ്ങേറുക, ഒപ്പം തന്നെ മറ്റു വേദികളും അതോടൊപ്പം ഉണരുകയാണോ? അതെ, രാവിലെ